ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടികളെ വിലപേശി തട്ടിപ്പ് നടത്തുന്ന മീറ്റപ്പ് ഗ്രൂപ്പുകൾക്കെതിരെ സമൂഹ മാധ്യമ അധികൃതർക്ക് പരാതി നൽകാൻ കൊച്ചി സിറ്റി പോലീസ്. ഇത്തരത്തിൽ എറണാകുളം നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിന് പരാതി നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ മാധ്യമങ്ങളോട് പറഞ്ഞു. 6000-ലധികം അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ വൈറ്റില, തൃപ്പൂണിത്തറ, കലൂർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സന്ദേശങ്ങൾ കൂടുതലായും പ്രചരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിനികൾ ലഭ്യമാണെന്നും ബാംഗ്ലൂരിൽ നിന്നുള്ളവരെ എത്തിച്ചു കൊടുക്കാമെന്നും പോസ്റ്റുകളിൽ പറയുന്നു. 2500 മുതൽ 3500 രൂപ വരെ നിരക്കിലാണ് ഈ വിദ്യാർത്ഥികളെ അടക്കമുള്ള കുട്ടികളെ ലഭ്യമാക്കുന്നത് എന്ന തരത്തിലുള്ള പോസ്റ്റുകളിൽ നിറയുന്നത്. വിദ്യാർത്ഥിനികൾക്കാണ് ആവശ്യക്കാർ കൂടുതലെന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നതിന് പിന്നിലെന്നും പൊതുവിൽ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പല മലയാളികൾ അടക്കമുള്ളവരും കൊച്ചിയിലേക്ക് വന്നു ചേരുന്നവരും കൊച്ചി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊച്ചിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഇത്തരം ഗ്രൂപ്പുകളുടെ വലയിൽ ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊച്ചി മെട്രോ സിറ്റി കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള റാക്കറ്റിന്റെ വർധനയെ കുറിച്ച് പോലീസ് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ കളിക്കുന്നവരെ എത്ര വലിയവരായാലും പിടികൂടാനുള്ള ശ്രമത്തിലാണ് കൊച്ചി സിറ്റി പോലീസ്. ഇതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നിലവിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. പോസ്റ്റിൽ നൽകിയ പല നമ്പറുകളിലും വിളിച്ചാൽ പലപ്പോഴും പണം മുൻകൂർ നൽകാൻ ആവശ്യപ്പെടുകയാണ് പതിവ്. പണം ലഭിച്ചാൽ പിന്നീട് നമ്പർ ബ്ലോക്കാക്കി മുങ്ങുകയും ചെയ്യും. പണം നഷ്ടപ്പെട്ടവർ നാണക്കേട് ഭയന്ന് പോലീസിലും പരാതി നൽകാറില്ല. ഗ്രൂപ്പ് പൂട്ടിച്ചാൽ ഉടൻ മറ്റൊരു പേരിൽ പുതിയത് ആരംഭിച്ച് തട്ടിപ്പ് തുടരുന്നതാണ് രീതി. പല ജില്ലകളുടെ പേരിലും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുണ്ട്. പലതും ക്ലോസ്ഡ് ഗ്രൂപ്പുകളാണ്. ഇതിലേക്ക് ചേരണമെന്ന് റിക്വസ്റ്റ് നൽകിയാൽ ഉടൻ അംഗമാക്കും. ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് മാത്രമാണ് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയാലും യാതൊരുവിധ പരിഗണനയും കൽപ്പിക്കാത്തവരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടുന്നത്. സംസ്ഥാനത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമാണ്. ആർക്കും യാതൊരുവിധ പണമുടക്കും ഇല്ലാതെ ഒരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു ഗ്രൂപ്പ് ആരംഭിച്ച് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ നിരവധി പേരാണ് വഞ്ചിതരാകുന്നത്. അതായത് മനുഷ്യന്റെ മൃദുല വികാരങ്ങളെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം റാക്കറ്റുകളുടെ പ്രവർത്തനം സജീവമായത് വിദേശ രാജ്യങ്ങളിൽ ആദ്യമുണ്ടായിരുന്നു. പിന്നീട് ഇവ വലിയ തോതിൽ വളർന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നതായി പോലീസിനും അതുപോലെ തന്നെ ഉന്നത അന്വേഷണ സംഘങ്ങൾക്കും വിവരമുണ്ട്. ഇത്തരം റാക്കറ്റുകളെ ഒരു സൈഡിൽ നിന്നും പൂട്ടിച്ചു കൊണ്ടുവരുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് വീണ്ടും ആരംഭിക്കുന്ന രീതിയാണ് പൊതുവിൽ കണ്ടുവരുന്നത്. കേരളമെന്നോ തമിഴ്നാടെന്നോ കർണാടകയെന്നോ അതിർത്തിയില്ലാതെ എല്ലാ മേഖലകളിലും ഇത്തരം ഞരമ്പ് രോഗികളുടെ വലിയ തോതിലുള്ള പ്രവർത്തനം ഉണ്ട്. കൊച്ചിയിലെ വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന പ്രദേശങ്ങളിലും യുവാക്കളും യുവതികളും കൂടുതലെത്തുന്ന മേഖലകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം റാക്കറ്റുകളുടെ പ്രവർത്തനം സജീവമായിരിക്കുന്നത്. പല പ്രൊഫഷണലുകളും ഇതിന്റെ വലയിൽ പെട്ടുകഴിഞ്ഞു. ആർക്കും പണം നഷ്ടപ്പെട്ടാൽ ഏത് പേരിലാകും പോലീസിൽ ചെന്ന് പരാതി നൽകുക. പോലീസിൽ തന്നെ പരാതി നൽകാൻ ഇവർക്ക് മടിയാണ്. കാരണം സമൂഹവും നാടും വീടും വീട്ടിലുള്ളവരും മറ്റും അറിഞ്ഞാൽ സ്വന്തം മാനം തന്നെ നശിക്കുന്ന സാഹചര്യത്തിലേക്കെത്തും. അപ്പോൾ പിന്നെ പോയ പണം പോകട്ടെ എന്നുള്ള രീതിയിലാണ് പലരും. ചിലരാകട്ടെ വളരെ അത്യാവശ്യത്തിന് വേണ്ടി ശേഖരിച്ച അല്ലെങ്കിൽ വളരെ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പല കാര്യങ്ങൾക്കും കരുതി വെച്ച പണമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പലർക്കും സ്വന്തം ആവശ്യങ്ങൾ നടക്കാതെ വരികയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തന്നെ ആവശ്യം നടക്കാതെ വരികയും ചെയ്യുമ്പോൾ അവർ മദ്യത്തിലും ലഹരിയിലും അടിമകളായി മാറുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. യുവാക്കളെയാണ് ഇവർ ആദ്യഘട്ടത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിൽ വലിയ തോതിൽ യുവതികളും ഇതിലെ പ്രധാന കണ്ണികളായി മാറുന്നു. ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാമെന്ന തിരിച്ചറിവാണ് വളഞ്ഞ വഴികളിലൂടെ ഇത്തരം പ്രേരണകൾക്ക് പല പ്രൊഫഷണലുകളെയും പ്രേരിപ്പിക്കുന്നത്. ഇന്റർനെറ്റിൽ അവഗാഹമുള്ള സാധാരണക്കാരനായി പോലും ഇത്തരത്തിൽ വഞ്ചിക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തീർക്കാൻ ഇത്തരം അവഗാഹകർക്ക് യാതൊരുവിധ സമയവും മുടക്കുമില്ല. ഇവരുണ്ടാക്കുന്ന ചതിക്കുഴികളിൽ പ്രലോഭിതരായി പലരും വന്നു വീഴുന്നു. ഡേറ്റിംഗ് ആകട്ടെ, ചാറ്റിംഗ് ആകട്ടെ, മറ്റ് മീറ്റപ്പുകളാകട്ടെ, പലതരത്തിലുള്ള യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇത്തരം സംഘങ്ങളിൽ ചെന്നുപെടുന്നത്. സ്വന്തം കോളേജ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ കോളേജിലെ സ്കൂളിലെയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സ്വന്തം തൊഴിലിടത്തിലെ ഫ്രണ്ട്സോ മാത്രമല്ല ഇത്തരം മീറ്റപ്പുകൾ എന്ന് കാണുമ്പോൾ വീഴാറുള്ളത്. പുറമേ നിന്നുള്ള പല പരസ്യങ്ങളിലും പ്രലോഭിതങ്ങളായ ചിന്തകളും
അതോടൊപ്പം തന്നെ ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും എല്ലാം പങ്കുവച്ച് ഇത്തരം ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് ധരിച്ചാണ് പലരും ഈ കുഴികളിൽ ചെന്ന് വീഴുക. ഒരിക്കൽ വീണാൽ രക്ഷപ്പെടുക വളരെ പ്രയാസകരമാണ്. പലപ്പോഴും മയക്കുമരുന്നിൽ അഭയം പ്രാപിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇത്തരം റാക്കറ്റുകളുടെ പിടിയിൽ അകപ്പെട്ടവരാണ്. ഇവർ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും അറിയാത്ത ജീവച്ഛവങ്ങളായി മാറിയിരിക്കുന്നു. മാറുന്ന സമൂഹത്തിൽ വളരെ കൃത്യതയോടുകൂടി സാക്ഷരരായ മലയാളി സമൂഹം ഇത്തരത്തിൽ പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. മറ്റൊരാൾക്കും സഹായിക്കാൻ കഴിയാത്ത ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴുമ്പോൾ നശിക്കുന്നത് സ്വന്തം ജീവിതവും അതോടൊപ്പം തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതവുമാണെന്ന തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇരകളാകുന്നവർക്ക് പരമാവധി നിയമസഹായം എത്തിച്ചു നൽകാനുള്ള ശ്രമങ്ങളും കൂടി നടത്തിയാൽ ഇത്തരം പ്രവർത്തകർക്കെതിരെ നമുക്ക് ശക്തമായ നടപടി സ്വീകരിക്കാനാകും. നാടിനെ ഒപ്പം നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വലിയ തോതിൽ പ്രവർത്തിക്കാമെന്ന് ഈ ഘട്ടത്തിലെങ്കിലും പ്രതിജ്ഞ ചെയ്യുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഡീൽസ് കേരള.